എൻ്റെ അമ്മ നന്നായിട്ട് ഓപ്പോസ് ചെയ്തുമായിരുന്നു. പക്ഷേ അപ്പം പിന്നെ ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായി പറഞ്ഞാൽ കേൾക്കൂല. അങ്ങനെ അവരവരെ ഇഷ്ടം പോലെ ചേട്ടാ. കാരണം ഞാനും എൻ്റെ മാളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജോലി വാങ്ങാൻ. ഞങ്ങൾ ഞാൻ അങ്ങനെ സ്വയം പുകഴ്ത്താനല്ല, ഞങ്ങൾ പഠിക്കുമായിരുന്നു. എൻ്റെ അനിയത്തിക്ക് 10ൽ ഫുൾ A+ ആയിരുന്നു, +2 ഫുൾ A+ ആയിരുന്നു, ഡിഗ്രിക്ക് നല്ല മാർക്കായിരുന്നു, എനിക്കും അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പഠിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്നാലും ഞങ്ങൾക്ക് ഒരു എയിമുണ്ട്, ഒരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടുന്ന ഒരു എയിമുണ്ട്. അല്ല ഞങ്ങളിങ്ങനെ എങ്ങനെ രാവിലെ ഇങ്ങനെയാണെന്ന് ഇങ്ങനെ നടന്ന് പോവാം എന്നും പറഞ്ഞ് ഞങ്ങൾ നടക്കണമല്ല. അപ്പം ഞങ്ങൾക്കൊരു എയിം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ കുഴപ്പമില്ലാതായി. പിന്നെ എങ്ങനെയെന്ന് വെച്ചാൽ സാഹചര്യമാണ്. നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. നമുക്ക് ചോദിക്കാൻ പറയാൻ ആരുള്ളൂ? എനിക്ക് ഞാനേ ഉള്ളൂ. നമ്മളെ ബോധിപ്പിക്കേണ്ടത് നമ്മൾക്ക് നമ്മളെ ബോധിപ്പിക്കാം, പിന്നെ ദൈവത്തിനറിയാം. നമ്മൾ നമ്മളെ ദൈവത്തിനോടും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സോഴ്സിനോടും നമുക്ക് നമ്മളോടും സത്യസന്ധമായിട്ടിരിക്കും. വേറെ ആരും നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു കാലത്ത് അമ്മ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ മോൾ എന്തൊരു റിബലാണെന്ന്. പക്ഷെ അതേ അമ്മ ഇപ്പം ചിലപ്പോൾ വിചാരിക്കണ്ടാവും എൻ്റെ മോൾ ഇത്ര റിബൽ ആയതുകൊണ്ടല്ലേ ഇത്രയും കാര്യങ്ങൾ അവൾ ചെയ്തതെന്നുള്ളത്. എന്നും പറഞ്ഞ് എൻ്റെ മുടി മറ്റേ കുറുക്ക മുടിയാണ്, അതാണ് ഞാൻ കൊണ്ട് വെട്ടിക്കളഞ്ഞ് ഞാൻ മറ്റേ ബോട്ടോക്സ് ഒക്കെ ചെയ്തിട്ടേക്കണം. അപ്പം ഇന്ന് അവിടെ രാവിലെ സംസാരം ഉണ്ടായി, ഞാൻ രാവിലെ ഉറക്കം വേണ്ടി ചെന്നപ്പോഴത്തേക്ക്. അപ്പം ഞാൻ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞ് അമ്മ പറഞ്ഞ് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അന്ന് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മ 4 അക്ഷരം ഇരുന്ന് പഠിപ്പണ്ടേ, PSC പഠിപ്പണ്ടേ, SSC പഠി, നീ ഒരു ക്യാമറയും തൂക്കി പിടിച്ച് രാവിലെ ഇറങ്ങും. ഞാൻ വിളയിലൊക്കെ പോയിരുന്നു, കാരണം ഇവരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അവിടെ നിന്ന് തുടങ്ങി ഹലോ ഗൈസ് എന്ന് പറഞ്ഞൊരു ഇപ്പോഴും എൻ്റെ പഴയ ഞാൻ ചീവീടുകളെ സൗണ്ട് കേൾക്കാം വോയിസ് ഓവറിൽ. ഞാൻ തോട്ടിൻ്റെ സൈഡിൽ പോയിരുന്നാണ് വോയിസ് ഓവർ ചെയ്യണത്, കുളിക്കുന്ന തോട്ടിൻ്റെ സൈഡിൽ പോയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ആയതുകൊണ്ടായിരിക്കും മേ ബി ഇപ്പം കുഴപ്പമില്ല. അന്നും ഇന്നും ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ്, ആരെയും ഞാൻ വിഷമിപ്പിക്കാനില്ല. ആരാണ് ഞാൻ അവരെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്, അവർക്ക് എന്നെക്കൊണ്ട് എന്ത് ബെസ്റ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഞാൻ പൊന്നെ പോലെ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യണം, ചിലപ്പോൾ ഞാൻ ഇരിക്കണ ഇരിപ്പിൽ പോയി മുടി കിട്ടും. ഇരിക്കുന്ന ഇരിപ്പിന് ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും, നഖമൊക്കെ ഇത്ര നീളത്തിനൊക്കെ വെച്ചുകൊണ്ടൊക്കെ വരും. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യണം, ഹെയർ കളർ ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ ഗദ്ദാഫിയെ കട്ട് ചെയ്തിട്ടില്ലേ, ഒരു മറ്റേ മിഡ് ഫെയ്ഡോ അങ്ങനെ ഒരു കട്ടൊക്കെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയത്തിയും കൂടെ ഞങ്ങൾ 3 ഒരേപോലത്തെ ഹെയർ കട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പം എനിക്കിതൊക്കെയാണ് സന്തോഷം. അപ്പം ഇതൊക്കെ അവരാരും ബുദ്ധിമുട്ടിപ്പിക്കണില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ അവർക്ക് ശീലായി, എന്ത് പറഞ്ഞാലും എന്നുള്ള മൈൻഡ് സെറ്റ് നന്നായി. അങ്ങനെ ഒരു ധാരണ എല്ലാ പെൺകുട്ടികളും ഉണ്ടാക്കിയെടുത്ത അവരുടെ ജീവിതം രക്ഷപ്പെട്ടു. നമ്മൾ ഞാനൊരു ഗുഡ് ബുക്ക് പീപ്പിൾ പ്ലീസർ അല്ല, അങ്ങനെയല്ല. കാരണം എനിക്കൊരു ഗുഡ് ബുക്ക് കയറിയിട്ട് അയ്യോ ആ കുട്ടി എന്തെന്നല്ല എനിക്കിഷ്ടമല്ല. എനിക്ക് ആ ബാഡ് ബുക്കിൽ ഫസ്റ്റ് പേജിൽ എൻ്റെ ഫോട്ടോ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതേപോലെ ടീച്ചർമാർക്കൊന്നും ഇഷ്ടമല്ല, ആർക്കും എന്നെ കണ്ണിനെതിരെ കണ്ടുകൂടാ. കാരണം ഓഫ് കോഴ്സ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറക്കി തിന്ന് ചവച്ച് നടക്കും. അപ്പോൾ ഒരിക്കൽ എൻ്റെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ഗംഗ എപ്പോഴും എന്തിനാ പശുവിനെ പോലെ നടക്കുന്നത്, എനിക്ക് വിശപ്പാണ്. അപ്പോൾ വിശക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വാരി കഴിക്കും. ആ പുളി കൊണ്ടുവരും പിള്ളേർ, അപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടെടുക്കും. പിന്നെ 8ാം ക്ലാസ് വരെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഇഡ്ഡലി സാമ്പാർക്ക് ഞാൻ പോയി അവിടുത്തെ കഞ്ഞിപ്പരയെന്ന് ചേച്ചിയുടെ അടുത്ത് ചേച്ചി ഇഡ്ഡലി സാമ്പാറൊക്കെ ബാക്കിയുണ്ടെന്ന് പോയി ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെയാണ് പോകണം. അപ്പോൾ എൻ്റെ ടീച്ചർമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കണ്ണെഴുതാൻ. ഗംഗയ്ക്ക് സർക്കിൾ നേരെ വരയ്ക്കറിഞ്ഞൂടെങ്കിലും സ്ഫുടമായിട്ട് കണ്ണെഴുതാനറിയാം എന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. എന്നെ ബാലെന്നാണ് വിളിച്ചുകൊണ്ടിരുന്ന ടീച്ചർ. ഞാനിങ്ങനെ എപ്പോഴും അലച്ചും ബഹളവും വെച്ച് സ്റ്റിൽ ഇതേപോലെ അലച്ചും ബഹളവും വെച്ച് ഒരുങ്ങി പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ ഇട്ട്. അതേ ടീച്ചർമാരെ പിന്നെ എപ്പോഴെങ്കിലും ലൈഫിലെ ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അവരെന്താ പറഞ്ഞേ? ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അന്ന് എന്നെ ഫിസിക്സ് പഠിപ്പിച്ച ടീച്ചർ ഒരിക്കൽ എൻ്റെ കൂടെ ഒന്ന് സെൽഫി എടുത്ത്. അപ്പൊ എനിക്ക് എങ്ങനെയെന്ന് അറിയോ, ഞാൻ ആ ടീച്ചർ പാവാണേ, ബിന്ദു എന്നാണ് ടീച്ചറിൻ്റെ പേര്, ഫിസിക്സ് പഠിപ്പിച്ച ആ ടീച്ചർ ഭയങ്കര പാവാണ്. അന്ന് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒന്നുമില്ല, അതേ കൂട്ടത്തിലുള്ള ടീച്ചേഴ്സാണ് ബ്ലെയിം ചെയ്തത്, സ്ലട്ട് ഷെയിം ചെയ്യും ടീച്ചേഴ്സ്. ഗേൾസിലാണ് പഠിച്ചത്, ഭയങ്കര സ്ലട്ട് ഷെയിമാണ്, നമ്മൾ വിചാരിക്കും പോലെയല്ല. എനിക്ക് എന്നും രാവിലെ സ്കൂളിൽ ചെന്ന് എനിക്ക് വായിരിക്കണേ കേൾക്കാനേ നിവർത്തിയുള്ളൂ. ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ഡെഡാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ തീർന്ന് എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ ടീച്ചർമാരെ വായിരിക്കണേ കാണാം. അവർ ചുമ്മാ നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അന്ന് ടീച്ചർ സെൽഫി എടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരാളെങ്കിലും ഉണ്ടല്ലോ ബുദ്ധിയുള്ളതെന്ന് എനിക്ക് തോന്നി. സെൽഫി എടുത്തോണ്ടല്ല, ലൈക്ക് അംഗീകരിക്കണം. ഇപ്പോഴും മേ ബി അവർക്കൊന്നും തന്നെ അംഗീകരിക്കാൻ പറ്റൂല. എൻ്റെ ഒരു ടീച്ചർ എന്ന് പറയണത് ശരി ഉത്തരം പറഞ്ഞാലും അടിക്കുമായിരുന്നു. കാരണം പുള്ളിക്കാർക്ക് എന്നെ ഇഷ്ടമല്ല ഞാൻ ഒരുങ്ങി നടക്കുന്നത്. എനിക്ക് ഒരുങ്ങി നടക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ ഗദ്ദാഫിക്ക് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻ കേസ് ഞാൻ
ഡെഡായി പോയാൽ എനിക്കൊരു റെഡ് സാരി ഉണ്ട്, ഞാനത് എപ്പോഴും വച്ചിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് റെഡ് സാരി ഒക്കെ എടുത്ത്. എനിക്കൊരു ലിപ്സ്റ്റിക് എടുത്ത് വെച്ചിട്ടുണ്ട്, മാക്കിൻ്റെ ഡാൻസ് വിത്ത് മീ എന്ന ഷെയ്ഡ്. അതൊക്കെ ഇട്ട് എന്നെ ഒരുക്കാമെന്ന് ഞാൻ ഓൾറെഡി ഇവിടെ പറയാം. അപ്പോൾ ചീത്ത വിളിക്കും, എന്നാലും ഞാൻ പറയാറുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഒരുങ്ങി നടക്കണം, ഇഷ്ടമാണ്, ഹാപ്പി ആക്കണുണ്ട്, ഒരു ബലമാണ് എനിക്ക്. ഇപ്പോൾ പണ്ടൊക്കെ, അതായത് ആ വീഡിയോയിൽ അമ്മ പറയുന്നുണ്ട്, താനാണോ അമ്മയാണോ പറയുന്നുണ്ട്, അതായത് അമ്മ എപ്പോഴും പറയുമായിരുന്നു ഈ കഷ്ടപ്പെടുമ്പോഴും ഈ കഷ്ടപ്പാടൊക്കെ മാറുമ്പോൾ എപ്പോഴെങ്കിലും നമുക്കൊരു നല്ല സമയം വരുമായിരിക്കും എന്ന് അമ്മ പണ്ട് ചെറുപ്പത്തിലേയും പറയുമായിരുന്നു എന്ന്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല സമയത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ഒരു പോയിന്റ് ഓഫ് ഹാപ്പിനെസ് എന്താ ഇപ്പോൾ ഈ സമയത്ത് നല്ല ലൈഫിലേക്ക് ലീഡ് ചെയ്തതിന് ശേഷം അമ്മയ്ക്ക് സന്തോഷം തരുന്ന ഇപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അമ്മയ്ക്ക് വീട് വെച്ച് ഭയങ്കര സന്തോഷമായി. ഓഫ് കോഴ്സ് അത് അമ്മയുടെ ഒരു സ്വപ്നമായിരുന്നു, സ്വന്തമായിട്ട് നമുക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലം എന്നുള്ളത്. ഹാപ്പി. പക്ഷെ അമ്മ ഏറ്റവും കൂടുതൽ ഹാപ്പി ചെയ്ത് അപ്പു ലൈഫിലോട്ട് വന്നപ്പോഴാണ്. അമ്മ എപ്പോഴും പറയും, അമ്മയ്ക്ക് പകരം എനിക്ക് വന്ന ഒരാളാണ്. അമ്മ പറയണെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അപ്പുവിനെ പോലെ ഒരാൾ ലൈഫിൽ എനിക്ക് വന്നതെന്നുള്ളത്. കാരണം ഇത് അമ്മയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അവിടെ പൈസ എന്നുള്ള സംഭവം ഉണ്ട്. ഓഫ് കോഴ്സ് പൈസ നമുക്ക് വേണം, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. മണി എന്ന് പറഞ്ഞൊരു അൾട്ടിമേറ്റ് ഒരു സംഭവമാണ് പൈസ എന്ന് പറയുന്നത്. അതിൽ നമുക്കൊരിക്കലും സ്നേഹം വാരി പറക്കിയിട്ട് ചോറും ചമ്മന്തി ആക്കാൻ പറ്റൂല. പൈസ എന്നുള്ള സംഭവമുണ്ട്. പക്ഷെ അതിനേക്കാളും അമ്മ നമ്മുടെ ലൈഫിൽ കുറച്ച് വാല്യൂ ആയിട്ടുള്ള പേഴ്സൺസ് നമ്മളെ ലൈഫിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക ഒരു ഹാപ്പിനെസ് വരും. നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും നമ്മുടെ ലൈഫ്. മറ്റേ പാട്ടില്ലേ, ഭാരങ്ങളില്ലാതെ നാം ഭാവാർദ്ധ, അതേ കണക്ക് നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അമ്മയ്ക്കത് ഭയങ്കര ഹാപ്പിയാണ്. അമ്മയുടെ പോയിന്റ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഈ ലൈറ്റ് വെയിറ്റ് ഹാപ്പിനെസ് ക്യാരി ചെയ്യുക എന്നാണ്. മാളും ഇപ്പോൾ ഓൾറെഡി ഹാപ്പിയാണ്. പക്ഷെ എൻ്റെ ലൈഫ് അങ്ങനെയല്ലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ഞാൻ വാരണാസിക്ക് നാട് വിടാൻ നിന്ന ഒരാളാണ് ഞാൻ. അവരെ ഒന്ന് സെറ്റ് ചെയ്ത് വിത്തിൻ ഒരു 1 ഇയറിനകത്ത് ഞാൻ എല്ലാം പൊട്ടിക്കെട്ടി വാരണാസി ഇപ്പോൾ മുടിയൊക്കെ വഴിച്ചിറക്കിയിട്ട് ഞാൻ വാരണാസിക്ക് പോയിരുന്നു. അപ്പം അമ്മയുടെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ വീട് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര പീസ്, സമാധാനം, സന്തോഷം. അതാണ് അമ്മയുടെ പോയിന്റ് ഓഫ് ഹാപ്പിനെസ്. മണി എന്നതിൽ ഓഫ് കോഴ്സ് പൈസ വേണം, അതല്ലാതെ കുറച്ച് വാല്യൂ ഉള്ള ആൾക്കാർ ഞങ്ങളുടെ ലൈഫിൽ വന്ന് ക്വാളിറ്റി ഓഫ് പീപ്പിൾസ് ഞങ്ങളുടെ ലൈഫിലുള്ളത് ഭയങ്കര ഹാപ്പിയാണ്. നൈറ്റ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, കരഞ്ഞ് ആ ഒരു സന്തോഷത്തിൻ്റെ കരച്ചിലുണ്ട്. ഞാൻ ഒരു റൂമിൽ കയറിയെന്ന് കുറേ നേരം കരഞ്ഞു. നമ്മൾ പറയൂലേ ട്രെയിൻ പോണ സമയത്ത് നമ്മൾ അലറിക്കരയില്ല, മറ്റേ ജേഴ്സി സിനിമയിൽ, അതേ കണക്ക് ഞാൻ അലറി ആ റൂമിലിരുന്ന് ഞാൻ കരഞ്ഞു. കാരണം ആ ഉള്ള ഫ്രസ്ട്രേഷൻ ഇത്രയും ദിവസം ഞാൻ കൊണ്ടു നടന്നെല്ലാം ഞാൻ കരച്ചില്ല കളഞ്ഞു. എന്നിട്ട് പിന്നെ പിറ്റേന്ന് ചിരിച്ചാൻ കറങ്ങി. ഇപ്പോൾ ഞാനൊക്കെ വീട് വെക്കാൻ സ്വപ്നം കണ്ട് നടക്കുന്ന ചെറുപ്പക്കാരിൽ ഒരാളാണ് ഞാൻ. നടക്കട്ടെ. ഞാൻ വീട് വെക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഏജിലുള്ള ആളുകളൊക്കെ വീട് വെക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയിൽ പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾക്ക് അഡ്വൈസ് തരിക. ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ പറയാം, നമ്മളുടെ അടുത്ത് ചിലർ പറയും സ്വന്തം വീട് പോലെ വെച്ച് തരാം, സ്വന്തം വീട് പോലെ വെച്ച് തരാം, അധികം പൈസയൊന്നും ആവൂല എന്ന് പറയും. പക്ഷെ അവർ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ അവർ സ്വന്തം വീട്ടിലെ പറ്റിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം പിന്നെ നമ്മളെ പറ്റിക്കായിരിക്കും. അപ്പം ആദ്യം ചെയ്യാനുള്ളത്, നിങ്ങൾ ഒരു കൊട്ടേഷൻ എടുക്കുമ്പം, എൻജിനീയർ ആയിക്കോട്ടെ, ഇന്റീരിയർ ഡിസൈൻ ആയിക്കോട്ടെ, വാട്ടവർ നിങ്ങൾ എന്തായിക്കോട്ടെ, ഒരു കുഴൽക്കിണറിൻ്റെ ആയിക്കോട്ടെ, കൊട്ടേഷൻ എടുക്കുമ്പോൾ ഒരു 2-3 പേരുടെ എസ്റ്റിമേറ്റ് വാങ്ങിച്ച് കൊട്ടേഷൻ എടുത്ത് കമ്പയർ ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം കണ്ടിട്ട് വിശ്വസിക്കരുത്. എത്ര പറയാളൂ. ഓക്കെ, അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എത്ര പറയാളൂ. ഓക്കെ, അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു സാധാരണ കുട്ടികളൊക്കെ സ്വപ്നം കാണുന്നതൊക്കെ അച്ചീവ് ചെയ്തു. അതായത് വീട് വെച്ചു സ്വന്തമായിട്ട്, ഒരാളുടെ ഔദാര്യം ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയാണെന്ന് വീട് വെച്ചു. ഒരു 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ എമൗണ്ടാണ്. അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഫാമിലി ഉണ്ട്. സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു കാറുണ്ടാക്കി, സ്വന്തമായിട്ട് വിവാഹം നടത്തി. ഇനി ബക്കറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ ഫാം ഹൗസ് അല്ലാതെ? ഞങ്ങൾ വീടില്ലാതെ ഞങ്ങളിങ്ങനെ നരകിച്ചതുണ്ട്. ഇങ്ങനെ ഞങ്ങൾക്കൊരു ആണി അടിക്കണമെങ്കിലും ഹൗസ് ഓണറിൻ്റെ ഇത് വേണം. കാരണം അവരെ വീടല്ലേ. പിന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വീടില്ലാതെ. അങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് വീട് തരൂലായിരുന്നു റെന്റിനാരും. കാരണം പെണ്ണുങ്ങളാണ്. അപ്പം അതുകൊണ്ട് വാടക കൃത്യസമയത്ത് തരൂ. പക്ഷെ ആ ഒരൊറ്റ വാശിയിൽ 10-ാം തീയതി വാടക കൊടുക്കണം, 9-ാം തീയതി വാടക കൊണ്ട് കൊടുക്കും. 9-ാം തീയതി വാടക കൊടുത്തിരിക്കും. കാരണം അപ്പം അന്ന് എനിക്ക് ആ വിശ്വസിച്ച് ഞങ്ങൾ ആ വീട് തന്ന, പിന്നെ ഞങ്ങൾക്ക് വാടക വാങ്ങാതെ ഞങ്ങളൊരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഷറഫുദ്ദീൻ എന്നാണ് ഒരു മാമൻ്റെ പേര്. ആ മാമൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പം അവിടെ കറണ്ട് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. ഓക്കെ, അന്ന്
വീടുകളിൽ താമസിച്ച വീടുകളിൽ പാതി അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ റിസപ്ഷൻ വന്നു. അപ്പം ഞാൻ അവനെ കാണുമ്പോൾ ഞാൻ കരയും. കാരണം എനിക്ക് ദൈവം വന്ന കണക്കാണ്. കാരണം ഞങ്ങളുടെ കയ്യിലൊന്നും ഒന്നുമില്ല. ഞാൻ പഠിക്കാൻ പോകണം, എൻ്റെ അനിയത്തി പഠിക്കുന്ന, എൻ്റെ അമ്മ ജോലിക്ക് പോകണം. കോവിഡ് ടൈം, ഞങ്ങൾ ആകെ വലഞ്ഞിരിക്കുന്ന സമയം. ആ ടൈമിലാണ് എനിക്ക് ദൈവം സഹായിച്ച് യൂട്യൂബിൽ നിന്ന് എൻ്റെ ഫസ്റ്റ് ഇൻകം വരുന്നത്. ഫസ്റ്റ് യൂട്യൂബ് ഇൻകം എത്രയായിരുന്നു? 27,000 വരണത്. അപ്പം അന്ന് ഈ 27,000 ഇല്ലേ, അത് വേറൊരു എടുത്തിട്ടുണ്ട്. എനിക്ക് എത്രയോ ലാക്കാണ് കിട്ടിയത്. അങ്ങനെ എനിക്ക് എൻ്റെ അടുത്ത് ആരൊക്കെ വന്ന് കടം ചോദിച്ചു 3 ലക്ഷം രൂപയൊക്കെ. ഞാൻ 3 ലക്ഷം 27,000 രൂപ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകും. 27,000 5,000 രൂപ 6,000 രൂപയ്ക്ക് എനിക്ക് ഓക്കെ ഇല്ല, കുഴപ്പമില്ല. അതിൽ 3 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ ഒന്ന് എൻ്റെ അടുത്ത് കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് ആ അങ്കിള് അവിടെ ആ മാൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പം എന്നും കടപ്പെട്ടിരിക്കുന്നു. ദൈവം എനിക്കിങ്ങനെ ദൈവം വന്ന കണക്കാണ്. നമുക്കൊന്നുമില്ലാത്ത സമയത്ത് നമ്മൾ കൂടെ വന്ന് ഞങ്ങൾ റെന്റ് കൊടുക്കുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ 2,000 സംതിങ് ആണ് റെന്റ്. കൊടുക്കുമ്പോഴത്തേക്ക് ആ റെന്റ് എനിക്ക് മാളിലൂടെ വീതിച്ചു തരും. 2,500 കൊടുത്താൽ 1,000 രൂപ എനിക്ക് 1,000 രൂപ അമ്മയ്ക്ക് കൊടുക്കും. മാളിന് കൊടുക്കും, 500 രൂപ അമ്മയും കൊടുക്കും. എന്നിട്ട് അമ്മ മാസത്തൊരിക്കൽ ഞങ്ങൾക്ക് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്ത് പോകാനും വരാനും ഒക്കെ. ഒന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് കുറേ വാഴയ്ക്കപ്പം ബജ്ജി ഒക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ തരും. അപ്പോൾ ഭയങ്കര ഒരു ദൈവതുല്യനായ ഞങ്ങൾക്ക് ദൈവം പോലത്തെ ഒരു മനുഷ്യനാണ്. അതെന്നും അന്ന് കല്യാണത്തിന് എല്ലാത്തിനും വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി. അപ്പോൾ കരിക്കുഴിയിലൊക്കെ സ്റ്റൈലായിട്ട് അത് നമുക്ക് ഇന്ന് ഈ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാം. അപ്പം ഞാൻ 2 ദിവസം നോക്കി ട്രൈ ചെയ്യാം, എനിക്കൊന്നും പറഞ്ഞില്ല. പിന്നെ നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളതായി. ഞാൻ പിന്നെ കണ്ടിട്ടില്ല, ഞാൻ നൈറ്റിയൊക്കെ ഇട്ടാണ് കെട്ടടിയാണ്. ഞാൻ നൈറ്റിയൊക്കെ ഇട്ടാണ് വീഡിയോ ചെയ്യണം. അതേ നമുക്ക് ഇന്ന് ഈ ബ്ലഷ് ഇടാം. കാരണം എനിക്ക് ഞാൻ നിൽക്കണ നിപ്പിലൊക്കെ എനിക്കൊരു വീഡിയോ എടുക്കണം. പിന്നെ എനിക്ക് ഞാൻ എങ്ങനെയാണോ അങ്ങനെ അങ്ങ് ഇരിക്കണം എനിക്കിഷ്ടം. എനിക്ക് ഫേക്ക് പറ്റൂല. കാരണം ഞാൻ ഒരു 1.5 വർഷം ഞാൻ ഒരു റിലേഷൻഷിപ്പിൽ ഫേക്കായിട്ട് ഇരുന്നിട്ടുണ്ടേ. ഞാൻ എന്നെ തന്നെ മാറ്റി ഞാൻ ആ പുള്ളിക്ക് വേണ്ട രീതിക്ക് ഞാൻ എന്നെ മോൾഡ് ചെയ്തെടുക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തര് എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തരേ വരുള്ളൂ. കാരണം നിങ്ങൾ ആലോചിക്കുക, ഞാൻ ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ ഞാൻ ജീവിച്ചത് ഇതാണ്. ഞാൻ ആ ഒരു സാഹചര്യത്തിലാണ്. എൻ്റെ അമ്മൂമ്മേരൊക്കെ ഭാഷയായിട്ടൊന്നും ഇങ്ങനത്തെ ഒരു ഭാഷയില്ല. ഇന്ന് ഞാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്നെ കണ്ടപ്പോൾ എന്നെ പറഞ്ഞ് പഷ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ ഇത് സൂപ്പർ എന്നാണ് അർത്ഥം. മറ്റുള്ളവർ കേൾക്കുമ്പോൾ കൂതറ അല്ലെങ്കിൽ കൊള്ളൂല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ ജീവിച്ച് വളർന്ന സാഹചര്യം എന്താണോ അതാണ്. അപ്പം എനിക്കിനി ആർക്കും വേണ്ടിയിട്ട് അതെടുത്ത് വെച്ച് മാറ്റി എന്നെ എടുത്ത് വെച്ചിട്ട് മാറ്റി പോളിഷ് ചെയ്ത് ഞാൻ ബെറ്റർ ആക്കിയിട്ടുണ്ട്. എന്നെ ബെറ്റർ ആക്കിയെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഇഷ്ടം പോലുള്ള ഞാൻ സ്കിൻ കെയർ, ഹെയർ കെയർ, ഞാൻ എനിക്ക് ഇഷ്ടം പോലുള്ള രീതിക്ക് എൻ്റെ ഡ്രസ്സിൻ്റെ സ്റ്റൈലിങ് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതെനിക്ക് എന്നെ ഇഷ്ടമല്ല. പക്ഷെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്നെ പോളിഷ് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റൂല. എനിക്ക് നടക്കൂല. ഇപ്പം നടക്കുമായിരുന്നെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർക്ക് മറ്റാൾക്കാർക്ക് വേണ്ടിയിട്ട് മിണ്ടാതിരിക്കണത് എങ്ങനെ ഒരു ആക്സെൻ്റ് ആണ്. എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടപ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്ന് സംസാരിക്കാൻ പാടില്ല, പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് 2 ഡയലോഗിൽ കൂടുതൽ സംസാരിക്കാൻ പാടില്ല. എൻ്റെ ഫാമിലി സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഗ്ലാമിക ഫാമിലിയിലെ മെമ്പേഴ്സിനെ കാണുമ്പോൾ ഞാൻ ഇന്ന് സെൽഫി എടുക്കാൻ പറ്റത്തില്ലടാ എന്നൊക്കെ പറയണമെന്ന്. അപ്പോൾ എനിക്കിതൊന്നും പറ്റില്ല. എനിക്ക് വെച്ചാൽ എനിക്ക് എൻ്റെ ഫാമിലി കാണുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഭയങ്കര സന്തോഷമാണ്. അത് നമുക്ക് ദൈവം തന്നൊരു സംഭവമാണ്. നമുക്കത് എല്ലാവർക്കും കിട്ടണമില്ല. നമ്മളെ കുറച്ച് പേര് സ്നേഹിക്കുക. ഇപ്പം നമ്മളെ ഫാമിലി എന്നുള്ളവർ സ്നേഹിക്കും, നമ്മളെ ഫ്രണ്ട്സ് സ്നേഹിക്കും. പക്ഷേ നമ്മൾ പരസ്പരം കാണാത്ത പുറത്തുള്ള ഒരാൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് കാണുകയാണ് ഞാൻ. അപ്പം അതൊന്നും എനിക്കങ്ങനെ മാറ്റാൻ പറ്റൂല. എനിക്കെന്താണോ ഞാൻ എന്താണോ എനിക്ക് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ലൈക്ക് ക്യാമറയ്ക്ക് മുന്നിലായാലും പിന്നിലായാലും. ഒരിക്കലും ക്യാമറയ്ക്ക് പിറകിൽ എന്നെ കാണുമ്പോൾ അയ്യോ ഞങ്ങൾ കണ്ട ഗ്ലാമിക ഇങ്ങനെയല്ല എന്ന് പറയണേക്കാളും അയ്യോ ആ വീഡിയോ കാണുന്ന പോലെയാണല്ലോ എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. ബിറ്റ്വീൻ ആ 1.5 മില്യണിൽ ഒരാൾ ഞാനാട്ടോ. 15 ലക്ഷത്തിൽ ആ 15 ലക്ഷത്തിൽ ഒരാൾ ഞാനാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ഒരുപാട് പേര്